അതായത് വീണ്ടും അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ട്രംപ് പരസ്യമായിട്ട് അമേരിക്കൻ അയാളുടെ ക്യാബിനറ്റ് മീറ്റിങ്ങിനകത്ത് ഒരു റിപ്പബ്ലിക്കൻ ഒരാളെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പറയിപ്പിച്ചു, ഇന്ത്യൻ അരി ഇവിടെ ഡംപ് ചെയ്യുവാണ്. എന്ത് നാണക്കേടാ സംഭവം എന്നറിയൂ. പെട്ടെന്ന് തന്നെ ലൈവായിട്ട് പറയുന്നു, ട്രേഡ് സെക്രട്ടറിയോട് പറയുന്നു, എന്താണ് ഈ സംഭവം സ്റ്റോപ്പ് ചെയ്ത് അഡീഷണൽ ടാരിഫ് തരൂ. ഒരു ഭാഗത്തെ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. അതായത് എല്ലാ രീതിയിലും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് വീണ്ടും ഞാൻ പറയുന്നത്, ഇന്ത്യ അമേരിക്ക ബന്ധം പഴയ രീതിയിലാവുകയില്ല എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഓരോന്നും. ഇതെങ്ങനെ കൊണ്ടുപോയി ആക്കിയെടുക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാൻ വീണ്ടും ആ പഴയ കാര്യം ആവർത്തിക്കുന്നു. ഈ പറയുന്ന പോലെ അമേരിക്കയെ വെറുപ്പിച്ച് പോകാൻ പറ്റത്തില്ല. മോദിയല്ല വലിയ പൂപ്പനാണെങ്കിൽ നടക്കത്തില്ല സംഭവം. ഇന്ത്യ കാര്യമായിട്ട് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കറൻസിയുടെ വില താഴെ പോകുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നത്. ഈ മെക്സിക്കൻ സംഭവം വന്നു കഴിയുമ്പോൾ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും. ഇതെല്ലാത്തിനെയും മൾട്ടിപ്പിൾ ആയിട്ടാണ് സംഭവം പോകുന്നത്. അതായത് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് കൂടുന്നു, ഇന്ത്യൻ കറൻസിയോട് താല്പര്യമില്ലാതാകുന്നു, അതിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇന്ത്യൻ മാർക്കറ്റിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ 2025 നമുക്ക് കിട്ടിയ മോദിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അമേരിക്കയായിട്ട് അടിക്കാൻ പോയി. തിരിച്ചടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എക്കോണമി, അതായത് ടാരിഫ് ഇത്രമാത്രം വെപ്പണൈസ് ചെയ്ത് ഇന്ത്യ അടിക്കുമെന്ന് ഒരു ഇന്ത്യൻ ഭരണകർത്താക്കൾ ഒരു ഇന്ത്യക്കാരനും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ 4 ഇരട്ടിയാണ് നമുക്ക് അടി കിട്ടുന്നത്. ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞു നമുക്ക് ഇത് നടക്കില്ല. ഇനി അടുത്ത പല രാജ്യങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവർ പറഞ്ഞാൽ ചെയ്യാൻ രാജ്യങ്ങൾ തയ്യാറാണ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എവിടെ നമ്മൾ ട്രേഡ് സെറ്റിൽ ചെയ്യുന്നത് അമേരിക്ക പറയുന്നിടത്ത് നമ്മൾ കൊണ്ട് സൈൻ ചെയ്യണം, ഇല്ലെങ്കിൽ അതുപോലും നടക്കത്തില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് ഇന്ത്യ അമേരിക്ക ബന്ധം പഴയ രീതിയിലാകാനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്ത്യയെ ഇത് ഡീപ്പായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.